നമസ്കാരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആദ്യ ദിനം തന്നെ ഞെട്ടിക്കുന്ന രണ്ട് പ്രഖ്യാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി. അതിനുശേഷം ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ലത്. ഇതിനിടയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പെരുമാറ്റം, അതും സന്തോഷം. ഇന്നലെ ഏതോ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, വണ്ടി മോഡിഫിക്കേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിന് വി.ഡി. സതീശൻ ചിരിച്ചുകൊണ്ടൊരു എക്സ്പ്രഷൻ, അതിന്ന് കൊടൂര വൈറലാണ്. ഒരു മുഖ്യമന്ത്രി ഈ രീതിയിൽ ഒരു ആക്ഷനൊക്കെ കാണിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും സംസാരിച്ചു തുടങ്ങി. കാരണം അത് അത്രത്തോളം വിവിധ മേഖലകളിലേക്ക് അത് ട്രോളുകളായും അതുപോലെ റീലുകളായും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രോൾ എന്ന് പറഞ്ഞാൽ സതീശനെതിരെയുള്ള ട്രോളുകളല്ല. മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, അദ്ദേഹത്തിനും ചിരിക്കാമായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു മുത്തശ്ശനാകാമായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള ട്രോളുകളാണ് വി.ഡി. സതീശനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, എന്തോ ആയിക്കോട്ടെ, ഏതായാലും വി.ഡി. സതീശൻ തുടക്കത്തിൽ തന്നെ, തുടക്കം ഗംഭീരം എന്ന് പറയുന്നത് പോലെ ജനകീയനായി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ പ്രയത്നം, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ കഠിന പ്രയത്നം വെറുതെ ആയില്ല എന്ന് ജനം വിശ്വസിക്കുന്നു. ഇപ്പോ വാഗ്ദാനങ്ങൾ അദ്ദേഹം ഓരോന്നായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ വി.ഡി. സതീശനെ കാത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി നേരിട്ടതുപോലെ അവസാന കാലത്ത് അദ്ദേഹം ഒരു മനസമാധാനമില്ലാതെയാണ്. ഒരു നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു, നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു, ജനകീയനായിരുന്നു. ഇതൊക്കെ ആയിരുന്നെങ്കിലും ഇടതുപക്ഷവും ചിലരും, കോൺഗ്രസിലെ തന്നെ ചിലരും, അത് ആദ്യമായിട്ടൊന്നും അല്ല കോൺഗ്രസിലെ ആൾക്കാർ കാല് വാരുന്നത്, പണ്ട് മുതലേ ഉള്ളതാണ്. ഏതായാലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാൻ വളരെ കഷ്ടപ്പെട്ട് മനോവിഷമം അനുഭവിച്ചിട്ടാണ് മരണം പുൽകിയത്. ഒരുപക്ഷെ ആ മനോവിഷമമായിരിക്കണം അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു അവസരത്തിൽ വി.ഡി. സതീശൻ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. വി.ഡി. സതീശൻ എന്ന ആ നിയുക്ത മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂടിയിരിക്കുന്ന ഉപജാപക വൃന്ദങ്ങൾ അദ്ദേഹത്തിന്റെ നന്മയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടിയിരിക്കുന്ന ചില ദുർഭൂതങ്ങളുണ്ട്. ആ ദുർഭൂതങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗതി തന്നെയായിരിക്കും ഇവിടെ വി.ഡി. സതീശനെയും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തില് ഇപ്പൊ യു.ഡി.എഫ് ഗവൺമെന്റ് അധികാരമേൽക്കുകയും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന പശ്ചാത്തലത്തില് കേരളത്തിന്റെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ചില മുൻകാല സംഭവങ്ങളെ മുൻനിർത്തി ചില കാര്യങ്ങൾ ഭരണ നേതൃത്വം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഒരല്പം സംസാരിക്കാതെ പറ്റില്ല. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നേരത്തെ പറഞ്ഞ കഥകൾ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടായ രാഷ്ട്രീയ തിരിച്ചടികളും സോളാർ വിവാദങ്ങളും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശന് ചുറ്റുമുള്ള ചില വ്യക്തികളുടെ സാന്നിധ്യം വലിയ തോതിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിര് കടന്ന ജനസമ്പർക്ക പരിപാടികളിലൂടെയും പകയില്ലാത്ത രാഷ്ട്രീയ ശൈലിയിലൂടെയും നമുക്കറിയാം കണ്ണൂരിൽ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് നെറ്റി പൊട്ടിച്ചത്. അന്ന് ഉമ്മൻചാണ്ടി നേതൃത്വത്തെ വിളിച്ച് വേറെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയാണ് CPM നേതൃത്വത്തെ വിളിച്ചിട്ട്. കാരണം ഈ യൂത്ത് കോൺഗ്രസ്സുകാരോ മറ്റുള്ളവരോ അക്രമം നടത്തി കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ദുരന്തത്തിലേക്ക് പോകും, അതുകൊണ്ട് നിങ്ങൾ സംയമനം പാലിക്കണം എന്ന് CPM നേതൃത്വത്തെ വിളിച്ചു പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ്. ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കല്ലെറിഞ്ഞതാരാ? അതേ CPM-കാർ. അപ്പോൾ അത്തരത്തിൽ ആരോടും ഒരു ശത്രുതയും ഇല്ലാത്ത മനസ്സുകളിൽ ഇടം നേടിയിരുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഉയർന്നു വന്നിട്ടുള്ള സോളാർ വിവാദം സർക്കാരിന്റെ പ്രതിച്ഛായയെ പൂർണ്ണമായും തകർത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടെ നിന്നോ ഒരു പെണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് പൊന്തി വരികയാണ്. അത് മന്ദിരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. മന്ത്രി ഓഫീസുകളിലൊക്കെ കയറിയിറങ്ങുന്നു, മുഖ്യമന്ത്രിയോടൊപ്പം വരെ ഫോട്ടോ എടുക്കുന്നു, മറ്റുള്ളവരോട് ഫോട്ടോ എടുക്കുന്നു. ഒടുവില് വലിയ ഒരു തട്ടിപ്പുകാരിയായി ചിത്രീകരിക്കപ്പെടുന്നു, വാർത്തകൾ നിറയുന്നു, മുഖ്യമന്ത്രി പോലും അതിന് ഇരയായി മാറുന്നു. ഇത് നമ്മൾ കണ്ടതല്ലേ. CPM ഈ വിഷയം രാഷ്ട്രീയമായി മുതലെടുക്കുകയും 2016 UDF-ന്റെ ഭരണം നഷ്ടപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാകുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ഭരണം മോശമായതുകൊണ്ടല്ല, സോളാർ വിവാദം അല്ലെങ്കിൽ പെണ്ണ് കേസ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ അവിടെ കൊള്ളാവുന്ന ഒരു യുവാവല്ലായിരുന്നു, പക്ഷെ ഒരു വൃദ്ധനായിരുന്നു, ഒരു വയോവൃദ്ധനായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുകളിലാണ് എടുത്ത് വെച്ചു കൊടുത്തത് എന്നേ ഉള്ളൂ. ഒരു കെട്ടിച്ചമച്ച ഒരു നുണക്കഥ. അത് നുണക്കഥയാണ് എന്ന് പിന്നീട് തെളിഞ്ഞെങ്കിലും വലിയ രാഷ്ട്രീയ നഷ്ടങ്ങൾ അതിനോടകം സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. പ്രതിപക്ഷ നിരയിലായിരുന്ന വി.ഡി. സതീശൻ പോലും ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ നിഴലിലാണെന്ന രീതിയിൽ അന്ന് വിമർശനം ഉന്നയിച്ചു എന്ന കാര്യം മറക്കരുത്. ആ വി.ഡി. സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അടി കിട്ടും എന്ന് ഉറപ്പാണ്. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ 4 ഇരട്ടി ശക്തിയിൽ അടി വന്ന് വീഴാവുന്നതാണ്. ഈ ഒരു ഭൂതകാലം പുതിയ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ
എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ടതും അതുകൊണ്ട് തന്നെ അത്യാവശ്യമാണ്. നിലവിൽ വി ഡി സതീശൻ സർക്കാരിന് ഒരു മുന്നറിയിപ്പായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് റിനി ആൻഡ് ജോർജ് എന്ന ഒരു യുവതിയുടെ സാന്നിധ്യമാണ്. നോക്കൂ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടതുപക്ഷം തയ്യാറാക്കിയ തിരക്കഥയിലെ ആദ്യ കഥാപാത്രമായിരുന്നു ഇവർ. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ തൊട്ട് കാണിച്ചു തരാം എന്ന രീതിയിലുള്ള അവരുടെ ഒരു പെരുമാറ്റം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിരൽ ചൂണ്ടുകയും പിന്നീട് പറവൂരിൽ വി ഡി സതീശനെതിരെ മത്സരിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള ടൈസൺ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ ഇവർ സജീവമായി പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ ഉറ്റ സുഹൃത്താണ്, പിതൃതുല്യരാണ്, അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്ത് കാണുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് CPM-ന്റെ വിശ്വസ്തയായിട്ടുള്ള പ്രവർത്തകയാണ് എന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ വ്യക്തി തന്നെ വി ഡി സതീശനുമായി തനിക്ക് അടുത്ത ആത്മബന്ധമുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അവകാശപ്പെടുന്ന വീഡിയോകളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. സതീശനെ പിതൃതുല്യൻ എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് കേക്ക് മുറിക്കുന്ന ചിത്രങ്ങളും സതീശന്റെ രാഷ്ട്രീയ വളർച്ചയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകളും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. സതീശൻ ഈ അവകാശവാദങ്ങൾ എവിടെയും ഔദ്യോഗികമായി ശരിവച്ചിട്ടില്ല എങ്കിലും ഈ വ്യക്തിയുടെ ഇരട്ടത്താപ്പ് നിറഞ്ഞ നീക്കങ്ങൾ ഒരു രാഷ്ട്രീയ ചതിയുടെ ലക്ഷണമായി വിലയിരുത്തിപ്പെട്ടേ പറ്റൂ. സോളാർ കേസിൽ സരിത വന്നതുപോലെ സരിതയെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം കളിച്ചതുപോലെ ഇവിടെ റിനി ആൻഡ് ജോർജിനെ മുൻനിർത്തി ഇടതുപക്ഷം കളിക്കുകയാണോ എന്ന് കേരളത്തിലെ ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഏറ്റവും ഒടുവിൽ പുതിയ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഇവർ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. നിയന്ത്രണങ്ങൾ കടുപ്പമായിരുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ VIP വേദിയിൽ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾക്കോ MLA-മാർക്കോ പോലും പ്രവേശനം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെ പ്രധാന വേദിയിൽ കയറാൻ സാധിച്ചു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വേദിയിൽ വെച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ള ദേശീയ നേതാക്കൾക്കൊപ്പം ഇവർ ചിത്രങ്ങൾ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. യാതൊരു ഔദ്യോഗിക പദവികളുമില്ലാത്ത ഒരു വ്യക്തിക്ക് അതീവ സുരക്ഷയുള്ള VIP വേദിയിലേക്ക് എങ്ങനെ പ്രവേശനം ലഭിച്ചു എന്നതും അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരാണെന്നതും ദുരൂഹത ഉണർത്തുന്ന കാര്യങ്ങളാണ്. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശന് ചുറ്റും ഇത്തരം അസ്വാഭാവികമായ വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് വരാനിരിക്കുന്ന വലിയ കെണികളുടെ സൂചനയായിട്ട് വേണം കാണാൻ. മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി കൊടുക്കാൻ ശ്രമിച്ചവരും ഇടതുപക്ഷത്തിന്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തവരും പെട്ടെന്ന് ഭരണകേന്ദ്രങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നത് ഗൗരവത്തോടെയാണ് കാണേണ്ടത്. മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് സംഭവിച്ച വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇത്തരം നിഗൂഢ പശ്ചാത്തലമുള്ള വ്യക്തികളെ ഭരണകൂടത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാളും ഏറ്റവും വലിയ തിരിച്ചടി വാങ്ങാൻ വി ഡി സതീശൻ തയ്യാറായിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.